കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണമെന്ന് ആസിഫും പറയുന്നു. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അത് കഴിയാത്തത് കൊണ്ടായിരിക്കാം അൻസിബയെ പോലെയുള്ളവർക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എന്ന് ആസിഫ് പറയുന്നുണ്ട്. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും, ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. ായിട്ട് നമ്മൾ അഡ്രസ് ചെയ്ത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അതിന് നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? എല്ലാ വേദികളിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും വരുമ്പോൾ ഇതിന് കൃത്യമായ ഇപ്പൊ നമുക്ക് അതിന്റെ താഴെ പോയി കോമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഇതിനെ പറ്റിയിട്ട് നമ്മള് പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. അബദ്ധം പറ്റിയതല്ല, എന്ത് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ. ആളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹാസനാണ്, എന്നാ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.